വാർത്തകളിലേക്ക്. ആലപ്പുഴ SD കോളേജിൽ സർവകലാശാല പരീക്ഷയിൽ ചോദ്യപേപ്പർ മാറി നൽകിയതിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ചോദ്യപേപ്പറാണ് മാറി നൽകിയത്. പരീക്ഷാഫലം സർവകലാശാല തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ മാറി നൽകിയത് മൂല്യനിർണ്ണയ സമയത്താണ് ശ്രദ്ധയിൽപ്പെട്ടത്. പരീക്ഷ നടന്നപ്പോൾ S1 പരീക്ഷ നടന്നപ്പോൾ S3 കുട്ടികൾ എഴുതുന്നുണ്ടായിരുന്നു, S1 കുട്ടികൾ എഴുതുന്നുണ്ടായിരുന്നു. 42 പരീക്ഷകൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോളാണ് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് മാറിയാണ് കുട്ടികൾക്ക് കൊടുത്തത്. സാറേ, അത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കാണ്, ഇവിടെ ഉണ്ടായ മിസ്റ്റേക്കാണ്. സാറേ, ഇത് ഗവൺമെന്റിന്റെ മുമ്പിൽ വെച്ച് എടുത്താണ്, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ എടുത്താണ്. അറിയിച്ചു ഇങ്ങനെ ഒരു അനോമലി പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് വാല്യുവേഷൻ. ശരത് SD കോളേജിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ത്, ഈ മൂല്യനിർണ്ണയ സമയത്ത് മാത്രമാണോ ഈ ചോദ്യപേപ്പർ മാറിപ്പോയത്? വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം തിരിച്ചറിഞ്ഞത്. എന്താണ് വിദ്യാർത്ഥികൾ പറയുന്നത്? ആര്യ, അതായത് കഴിഞ്ഞ ഡിസംബർ അവസാനവും ജനുവരി ആദ്യവുമായിട്ടാണ് ഇത്തരത്തിൽ ഈ പരീക്ഷ നടന്നിട്ടുള്ളത്. ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ബിരുദ വിദ്യാർത്ഥികളുടെ പരീക്ഷയും ഒപ്പം സപ്ലിമെന്ററി പരീക്ഷയും ഒരേ ദിവസങ്ങളിലായിട്ടായിരുന്നു നടന്നിട്ടുണ്ടായത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ പരസ്പരം മാറിപ്പോയ സാഹചര്യം ഉണ്ടായത്. ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ചോദ്യപേപ്പറിന് പകരം സപ്ലിമെന്ററി വിദ്യാർത്ഥികൾ നൽകേണ്ട ചോദ്യപേപ്പർ നൽകി. തിരിച്ച് സപ്ലിമെന്ററി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ചോദ്യപേപ്പറിന് പകരം ബിരുദ വിദ്യാർത്ഥികളായ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നൽകേണ്ട ചോദ്യപേപ്പർ നൽകി. അങ്ങനെ ഈ രണ്ട് ചോദ്യപേപ്പറും പരസ്പരം മാറിയതോടുകൂടി തന്നെ ഇതിന്റെ റിസൾട്ട് വലിയ പ്രശ്നം വന്നു. നേരത്തെ റിസൾട്ട് വരാത്തത് സംബന്ധിച്ച ആശങ്ക വിദ്യാർത്ഥികൾ ഈ പ്രധാന അധ്യാപകരോട് തന്നെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദീർഘനാളായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ തന്നെ നടന്നെങ്കിൽ പോലും വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് ഇങ്ങനെ പരീക്ഷയുടെ ഫലം വരുന്നില്ല എന്നൊരു ആശങ്ക വിദ്യാർത്ഥികളിൽ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പാൾ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നത്. അതായത് ചോദ്യപേപ്പർ പരസ്പരം മാറിയതാണ് ഇതിൽ പരീക്ഷയുടെ ഫലം വരാതിരിക്കാൻ കാരണമെന്ന് വ്യക്തമാക്കിയത്. ഇപ്പോൾ എന്തായാലും SFIയുടെ പ്രതിഷേധമടക്കം ഈ കോളേജിൽ SD കോളേജിൽ നടക്കുന്നുണ്ട്. SFIയുടെ നേതാക്കളൊക്കെ നമുക്കും ചേരുന്നുണ്ട്. എന്താണ് പ്രധാന പ്രശ്നമായിട്ട്? പ്രധാന പ്രശ്നം കഴിഞ്ഞ മാസം നടന്ന ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുടെ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫെബ്രുവരി 4-ാം തീയതി അതിന്റെ റിസൾട്ട് വന്നപ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ റിസൾട്ട് വിത്തിലായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ അധികാരികളിലും പ്രിൻസിപ്പാളിനോട് തിരക്കി പറഞ്ഞു, വിദ്യാർത്ഥികൾ കോഡ് മാറി എഴുതിയതാണ് എക്സാമിന്റെ റിസൾട്ട് വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു. എന്നാൽ ഇതിനെപ്പറ്റി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് തിരക്കിയപ്പോൾ അന്വേഷിക്കാൻ സാധിച്ചപ്പോൾ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ മൂന്നാം സെമസ്റ്ററിലെ സപ്ലൈ വിദ്യാർത്ഥികളും എക്സാം എഴുതിയായിരുന്നു അന്നേ ദിവസം. ആ സപ്ലൈ വിദ്യാർത്ഥികൾക്കും റെഗുലർ വിദ്യാർത്ഥികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യപേപ്പർ മാറി നൽകുകയും അങ്ങനെ ഗുരുതര ക്രമക്കേട് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും റിസൾട്ട് വരാത്തത്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ തലയിലാണ് ആദ്യം കെട്ടിവെച്ചത്. അത് ഇന്നലെ നടന്ന SFIയുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് ഞങ്ങൾക്ക് പറ്റിയ പിഴവാണ്, ഇവിടുത്തെ അധികാരികൾക്കടക്കം എനിക്ക് പ്രിൻസിപ്പാളിനടക്കം പറ്റിയ പിഴവാണെന്ന് പ്രിൻസിപ്പാൾ ഇന്നലെ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ SFIയുടെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയിൽ പരാതി നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ ഇവിടെ ഈ പരീക്ഷ കാര്യം മാത്രമല്ല ഒട്ടനവധിയായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് SFI സമരം നടത്തുന്നു. വിദ്യാർത്ഥിനികൾ എനിക്ക് തോന്നുന്നു SD കോളേജിൽ ഏറ്റവും കൂടുതൽ പുറത്ത് ജില്ലയിൽ നിന്നാണ് വിദ്യാർത്ഥിനികൾ ഏറ്റവും കൂടുതൽ വരുന്നത്. ആ വിദ്യാർത്ഥിനികൾക്കുള്ള ഹോസ്റ്റൽ 4 വർഷമായി പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇതുവരെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാന പ്രിൻസിപ്പൾ എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? പകരം പരീക്ഷ നടത്തുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സർവകലാശാല അറിയിച്ചത്? അങ്ങനെ ഞങ്ങൾ ചോദിക്കുക പറയുന്നത് എക്സാം ബോർഡിന് കൈമാറിയിട്ടുണ്ട്, അവിടുന്ന് എന്ത് ഉത്തരവാണ് തരുന്നത്? അങ്ങനെ ഒരു തട്ടാമുട്ട ന്യായം പറഞ്ഞാണ് പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ആശങ്കയാണ്, ജയിച്ചോ തോറ്റോ എന്ന് പോലും അറിയാത്ത നൂറുകണക്കിന് വിദ്യാർത്ഥികളുണ്ട് ഇവിടെ. വിദ്യാർത്ഥികൾക്ക് ഇതേ പ്രശ്നം ഇനി ഉണ്ടാവും. അവരുടെ റിസൾട്ട് വരുമ്പോൾ ഇതേ വിഷയം ഉണ്ടാവും. അവർ ഫസ്റ്റ് ഇയർ റെഗുലർ എക്സാമിന്റെയാണ് ഇത്. വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ മാറി നൽകിയെന്നറിയാം. ഇപ്പൊ നിലവിലൊരു നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ മാറി നൽകിയിരിക്കുന്നത്. ഇവിടെ SD കോളേജിൽ മാത്രമാണോ സംഭവിച്ചത്, അല്ലെങ്കിൽ മറ്റെവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. നിലവിൽ SD കോളേജിൽ മാത്രമാണെന്നാണ് ഞങ്ങളുടെ ഒരു അറിവ്. പറയുന്നത് പോലെ, അതായത് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ചോദ്യപേപ്പറിന് പകരം സപ്ലിമെന്ററി വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ചോദ്യപേപ്പർ നൽകി. തിരിച്ച് സപ്ലിമെന്ററി വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ചോദ്യപേപ്പറിന് പകരം ഇത്തരത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ചോദ്യപേപ്പർ നൽകി എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. പക്ഷേ ഈ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കോഡ് മാറി എഴുതിയതാണ് ഇത്തരത്തിൽ റിസൾട്ട് വൈകാൻ കാരണമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിലും ഒപ്പം അധികാരികളുമൊക്കെ തന്നെ സംസാരിക്കുകയും അതോടുകൂടി തന്നെ പ്രിൻസിപ്പൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അതായത് ചോദ്യപേപ്പർ മാറി നൽകിയതാണ് ഇത്തരത്തിലൊരു പ്രശ്നത്തിന് കാരണമായി പ്രിൻസിപ്പൽ തന്നെ പറയുന്ന വീഡിയോ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഈ സപ്ലിമെന്ററി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളടക്കം പ്രതിസന്ധിയിലായിരിക്കുന്നു. എങ്ങനെ ഇനിയിപ്പോൾ അടുത്ത പരീക്ഷ നടത്തും, എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് ഇനിയിപ്പോൾ എങ്ങനെ കണ്ടെത്താൻ കഴിയും നടക്കുമ്പോൾ ആശങ്ക എന്തായാലും വിദ്യാർത്ഥികളുണ്ട്. നിലവിലും SFI അടക്കം വലിയ സമരങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതെ, ശരത് ആണ് SD കോളേജിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. വലിയ പ്രതിഷേധത്തിലാണ് വിദ്യാർത്ഥികൾ ഉള്ളത്. അവരുടെ പരീക്ഷാ ഫലം പുറത്തു വരാൻ വൈകുന്നത് അവരെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ്. ഇനി എന്തായിരിക്കും അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന നടപടി എന്ന് കണ്ടറിയാം.